പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷകാലം ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് വചനമായി നിൽപ്പാൻ ദൈവം നഫ്സനായി സോൺ ചെയ്യുന്നു. ഇന്നത്തെ ദൈവാനുചിന്തയ്ക്കായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം 11-12 വാക്യങ്ങൾ വായിക്കും. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്യനായ യോവാശിന്റെ കൽവേലകത്തിൽ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനിന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് വിളിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഈ വചനം തന്നെ എടുക്കാൻ കാരണം ഈ 12-ാം വാക്യം എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളല്ല, എൻ്റെ ഒരു പ്രധാനപ്പെട്ട 2 സമയങ്ങളിൽ ദൈവം എന്നെ ബലപ്പെടുത്തിയ ഒരു വാക്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം അതിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് ദൈവം എനിക്കൊരു ആഗ്രഹം വന്നു. ദൈവം അതിന് വഴി തുറന്നു തന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ വായിച്ചു, ഗിദിയോൻ എന്ന വ്യക്തി തൻ്റെ വീട്ടിലുള്ള, അതായത് ഈ മുന്തിരിച്ചക്കിനിടയിൽ നിന്ന് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇത് നോക്കും, ആ സമയത്താണ് ദൂതൻ വന്ന് അവനെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ഇതിന്റെ പശ്ചാത്തലം കൂടെ ഒന്ന് നോക്കുകയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ 6-ാം അധ്യായത്തിന്റെ അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാവോ? ഇസ്രായേൽ തിരിച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന്റെ ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളിയെ പോലെ കൂട്ടമായി വരും. ഓക്കെ, അതിനകത്ത് 6-ാമത്തിൽ അവർ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു പോകും. അവിടെ മതി, അത്രയൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്നു പറയുന്നത് ഇസ്രായേൽ മക്കൾ അതികഠിനമായ ഒരു യാത്രയിലൂടെ പോകും. അതായത് അവരുടെ ജീവിതം അങ്ങനെ പോകുന്നു, കാരണം അവർക്ക് അവരുടെ വിളവ് ലഭിക്കുന്നില്ല. ആ സമയം എന്ത് ചെയ്യും, ഈ മിദ്യാനിൽ വന്ന് അത് അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു കളയാം. ആ സമയത്താണ് ഗിദിയോൻ എന്ത് ചെയ്ത് ആ മിദ്യാനിയുടെ കണ്ണിപ്പെടാതെ ആ ഗോതമ്പ് എടുത്തിട്ട് മുന്തിരിച്ചക്കിനെ എടുത്ത് വെച്ചിട്ട് മെതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ചിന്തയിൽ, അതായത് പുറമെ നോക്കിയാൽ മിദ്യാനർക്ക് സംശയം തോന്നത്തില്ല. പക്ഷെ ഈ ഇങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നോക്കി ദൈവം അവരെ വിളിച്ചതാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ എന്നെ ഇതിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ടാണെന്ന് അറിയില്ല. നമ്മളൊരു ഫുൾ സ്റ്റോപ്പിന്റെ മട്ടിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രഗിളിലൂടെ നമ്മളോട് കടന്നു പോവാണെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ഫലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത് പിടിച്ചു വെച്ച്, അല്ലെങ്കിൽ അത് ശത്രു കാണാണ്ട് നമ്മൾ അത് പിടിച്ചിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പരാക്രമശാലിയുടെ ഒരു പ്രവർത്തനമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു വാക്യം വായിക്കാൻ സാധിക്കും. 1 യോഹന്നാൻ 4:4 പറയുന്നുണ്ട്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിനുള്ള അധിപനാണ്. അയാൾ നമ്മളെ തകർക്കാൻ നോക്കുന്നുണ്ട്, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാം, മറികടന്ന് മുന്നോട്ട് പോകാൻ ഇടയായിത്തരും. ഇവിടെ നമ്മളിവിടെ ഗിദിയോനെ നോക്കുകയാണെങ്കിൽ ഗിദിയോൻ ശരിക്കും എന്താ പറയുക, പേടിച്ചാണ്, ഞാൻ മനസ്സിലാക്കുന്ന ഗിദിയോൻ നന്നായി പേടിച്ചിട്ടാണ് അവൻ തന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം അവന് പരാക്രമശാലിയെ എന്ന് വിളിച്ച് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ ഉള്ളിൽ ഒരു പരാക്രമശാലി ഉണ്ടെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ വിളിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഭയം വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുമ്പോൾ ദൈവം നമ്മളോട് പറയാൻ ശ്രമിക്കും, നിന്നിലൊരു പരാക്രമശാലി ഉണ്ടെന്ന്, എനിക്കതിന് ഓവർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ദൈവം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. നമ്മൾ വായിച്ച അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വാക്യം നോക്കുകയാണെങ്കിൽ
ഗിദെയോന്റെ തന്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ ആവലാതികൾ തന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. ഒന്നെന്താ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തിനാ സംഭവിക്കണേ? അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായ അത്ഭുതങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ, ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് എന്തോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കുറെ ചോദ്യങ്ങളാ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളും പല ചോദ്യങ്ങളും ഇങ്ങനെ ദൈവത്തോട് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ യോഹന്നാൻ 16:33 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ ഇടയായി. പിന്നെ ഈ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും, നമ്മുടെ കൂടെയുള്ള വ്യക്തി ആരാണ്, നമ്മളെ ആളെങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ആളുടെ ഒരു സംരക്ഷണം, ആ വ്യക്തിയുടെ വലിപ്പം എന്താണെന്നൊക്കെ നമുക്ക് ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും എടുത്തു നോക്കിയാൽ മതി. നമ്മൾ വന്ന വഴികള് അതെങ്ങനെയായിരുന്നു, ആ സമയങ്ങളിൽ ദൈവം നമ്മൾ എങ്ങനെ നടത്തിയെന്നുള്ള വഴികളൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പിതാവിന്റെ മഹത്വം അല്ലെങ്കിൽ ആ പിതാവ് നമ്മളെ നടത്തിയ വഴികൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ട് ഞാൻ 4 വരി പാടാൻ ആഗ്രഹിക്കുകയാണ്. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥാ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥാ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വാങ്ങിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വാങ്ങിച്ചവനേ. അതിനകത്ത് പിന്നെ അതിന്റെ വാക്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ, അപ്പൊ ദൈവത്തിന്റെ ആ മഹത്വം, ദൈവത്തിന്റെ ആ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഗിദെയോൻ വീണ്ടും ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ച അത്ഭുതങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷെ ഇത് ഇവിടെ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ദൈവം എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ച പോലത്തെ ഒരു അത്ഭുതമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് ഒരു പുറപ്പെടുന്ന ഒരു പരാക്രമശാലിയിലൂടെ വേറൊരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ നമ്മളിൽ നിന്നൊരു പരാക്രമശാലി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിന്റെ ഏത് തീയമ്പുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ജയിക്കാൻ ഇടയായിത്തീരും. ജയിച്ച ആളാണ്, അല്ലെങ്കിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിച്ച ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതിനെ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ഇടയായിത്തീരണം. പിന്നെ ഗിദെയോൻ ദൈവം ആദ്യം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഗിദെയോൻ ദൈവത്തോട് തന്റെ ആവലാതികളും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് ദൈവം അതിന് മറുപടി കൊടുക്കുന്നതാണ് 14-ാമത്തെ വാക്യം. അതൊന്ന് വായിക്കാവോ? അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ 3 കാര്യം ദൈവം പറയുന്നത്. നിന്റെ ഈ ബലത്തോടെ പോകാൻ നീ ഇസ്രായേലും മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. അപ്പൊ ദൈവത്തിനോട് കുറെ ചോദ്യങ്ങൾ ഗിദെയോൻ ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഗിദെയോനോട് പറയാണ്, നീ ചോദ്യങ്ങളൊക്കെ മാറ്റിവെക്കുക, ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നിനക്ക് ഞാനൊരു ബലം തന്നിട്ട് ആ ബലത്തോടെ നീ മുന്നോട്ട് പോവാ. 2, നീ മുഖാന്തരം മിദ്യാന്യരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കും, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ദൈവം നമ്മളോട് ഇത് തന്നെ പറയാൻ ശ്രമിക്കും. നമ്മൾ കുറെ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും ദൈവത്തോട്. നമ്മളായിട്ട് തന്നെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പുറത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ. പക്ഷെ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ മാറ്റിവെക്കേ, ഞാൻ പറയുന്നു, നിന്നിലൊരു ശക്തിയുണ്ട്, നിന്നിലൊരു ബലമുണ്ട്, ആ ബലത്തോടെ നീ മുന്നോട്ട് പോകും. അപ്പോൾ നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ ശത്രുവിനെ നിനക്ക് തകർക്കാൻ പറ്റും, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നാണ് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് വീണ്ടും 15-ാമത്തെ വാക്യം വായിക്കാം. അവിടെ വീണ്ടും ഗിദെയോൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും ഗിദെയോൻ കുറെ തന്റെ വിഷമങ്ങൾ പറയാണ്. ഞാൻ
എന്താ മനേഷ് കുടുംബത്തിൽ ഏറ്റവും എളിയവനാണ്, കുടുംബത്തിൽ ഏറ്റവും എളിയതാണ്. അത് മാത്രമല്ല എൻ്റെ വീട്ടിലേയും ചെറിയവനാണ്. അപ്പൊ അവന്റെ ആവില്ല അത് ഞാൻ ചെറിയവനാ, ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ എന്താ പറയാ, അല്ലെങ്കിൽ ഇസ്രായേലിനെ എങ്ങനെ രക്ഷപ്പെടുത്തും, ഞാനൊരു ചെറിയനൊരു മനുഷ്യനാണ്. ഇതേപോലെയാണ് സെയിം നമ്മളും പലപ്പോഴും നമ്മുടെ മുന്നിൽ ഓരോന്ന് വരുമ്പോൾ അയ്യോ നമ്മളിത് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്താ പറയാ, പലപ്പോഴും ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, എന്നോട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ക്യൂസസ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഈ എക്സ്ക്യൂസസ് നമ്മുടെ മോളിൽ വരാൻ കാരണം പലപ്പോഴും നമ്മൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ പറയുകയും പക്ഷെ എക്സ്ക്യൂസസ് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മളിൽ ഈ എന്താ പറയാ ഭയങ്ങളും പ്രയാസങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. ദൈവം നമ്മളിലും ഈ പ്രയാസത്തിന്റെ മുകളിൽ ദൈവം എങ്കിലും നമുക്ക് ഈ എക്സ്ക്യൂസസ് ഒന്നും അതിന്റെ ഒരു ഭയം എന്താ പറയാ പേടി വരുന്ന ആവശ്യം വരുന്നില്ല. ഇതേപോലെയാണ് നമുക്ക് രണ്ടുപേരെ നമുക്ക് ബൈബിൾ നോക്കാൻ പറ്റും. ഒന്ന് മോശയെ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 4-ാം അധ്യായം 10 മുതൽ 10-12 വാക്യങ്ങളിലാണ് അറിയാം. എന്താ പറയുക, ദൈവം മോശയോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം, ഫറവോന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കണം. അപ്പൊ മോശ പറഞ്ഞു എനിക്ക് വാക്സാമർത്ഥ്യം ഇല്ല, ഞാൻ തടിച്ചു നാളുള്ളവനാണ്, വിക്കനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു ആരും നീ പോ, നിന്റെ കൂടെ ഞാനുണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞു തരും നീ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത് നീ നിന്റെ മുന്നിലെ പ്രശ്നത്തിന് നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റും, നിന്റെ കൂടെ ഞാനുണ്ട്, നീ എന്താ പറയുക എക്സ്ക്യൂസസ് ഒന്നും പറയണ്ട, പക്ഷെ നിനക്ക് നിന്റെ കൂടെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നാണ് ദൈവം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ ഈ യെരമ്യാവിന്റെ പ്രവാചക പുസ്തകത്തിനകത്ത് യെരമ്യാവിനോടും ദൈവം ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. അതായത് 1:6 മുതൽ 10 വരെയുള്ളതാണ്. അതിനകത്ത് ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം പറയുന്നു നീ ഈ ജനത്തോട് പോയി എന്റെ ദൂത് അറിയിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ദൈവം അപ്പൊ ഈ യെരമ്യാവ് പറയുന്നത് ഞാൻ ഒരു ബാലനെ പോലെയാണ്, എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയും ദൈവം പറഞ്ഞ നീ പോ, നിന്റെ കൂടെ ഞാനുണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്താ നീ പറയേണ്ടത്, നിന്റെ നാവിനെ ഞാൻ ബലപ്പെടുത്തുന്നു പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി നമ്മൾ ഭയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇറങ്ങ്, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും വലിയ വലിയ എന്താ പറയുക അത്ഭുതങ്ങളും ഉണ്ടാകാൻ ഇടയായി തീരുള്ളൂ. പിന്നെ വീണ്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഗിദെയോൻ എക്സ്ക്യൂസസ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗിദെയോനോട് ദൈവം ഒരു ആൻസർ പറയാണ്. അത് 16-ാം വാക്യം വായിക്കാവോ? യഹോവ അവനോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനിനെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ഓക്കെ, ഇവിടെ കണ്ടോ അവൻ വീണ്ടും എക്സ്ക്യൂസസ് പറഞ്ഞ ദൈവം അവനോട് വീണ്ടും പറയുന്ന കാര്യം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ എന്ത് ചെയ്യും, നീ എന്റെ കൂടെ, അതായത് ഞാൻ പറയുന്ന പോലെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ മിദ്യാനരെ തോൽപ്പിക്കാൻ ഇടയായി തീരും എന്നാണ് ഇവിടെ ദൈവം പറയുന്നത്. അപ്പോൾ നമ്മളില് ഏത് പ്രതിസന്ധി ആവട്ടെ ദൈവത്തിന്റെ വാക്കിനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാ ഏത് പ്രതിസന്ധിയും നമ്മളിലുള്ള ആ പരാക്രമശാലിയെ കൊണ്ട് നമുക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അത്ഭുതങ്ങൾ ദൈവം നമുക്ക് അതിലൂടെ വരുവാൻ ഇടയായി തീരും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ നമ്മൾ ഈ വായിച്ച അദ്ദേഹത്തിന് 17 വായിക്കണമെന്നില്ല, 17 മുതൽ 21 വരെയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ ദൈവം വീണ്ടും അവൻ ദൈവത്തോട് അടയാളം ചോദിക്കുന്നു, ദൈവം അടയാളം കാണിക്കുന്നു, ഇവൻ ദൈവത്തിന് വേണ്ടി യാഗം ചെയ്യുന്നു, ദൈവം പ്രസാദിക്കുന്നു ഒക്കെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതിന്റെ 25-26 വാക്യം വായിക്കാവോ? അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലൻ ബലിപീഠം ഇടിച്ച് അതിന് അരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്ന് ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. മതി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ടോ, ദൈവം അവനോട് ഓരോ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പറയാണ് ഇവരാണെങ്കിൽ ഇസ്രായേൽ ജനം ആണെങ്കിലും പക്ഷെ ഇവരാരെ ആരാധിക്കുന്നു, ബാലിനെ വേണ്ടി ആരാധിക്കുന്ന ടീമുകളായിട്ട് നിൽക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നതാണ് അതിനെ ഇടിച്ചു കളഞ്ഞ് നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി ഞാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചിലത് നമ്മളിലുണ്ടാവും. അത് എന്ത് ചെയ്യണം, നമ്മളിത് നീക്കിക്കളയണം. അല്ലെങ്കിൽ അത് നമ്മൾക്ക് അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ദൈവം നമ്മളോട് പറയും നമ്മളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്, ദൈവവുമായിട്ടുള്ള ജീവിതത്തിലെ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെയും കാട്ടി കൂടുതൽ വേറൊരു സംഭവത്തിന് എന്നാൽ ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ പ്രാധാന്യം നൽകി കഴിഞ്ഞാലേ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷമായി വീരും. അത് നേരെ മറിച്ച് ദൈവം ഇവിടെ പറയുന്നു, ഗിദെയോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് 7-ാം അധ്യായത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മിദ്യാനരെ ഗിദെയോൻ പോയി തോൽപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മൾക്ക് നീക്കേണ്ട പല സാധനങ്ങളും നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
നമ്മുടെ ഗിദെയോന്റെ ജീവിതത്തിൽ സംഭവിച്ചു നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു കൂട്ടത്തെ ജനത്തിനെ അവൻ രക്ഷിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചിലത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറമായി നമ്മളിൽ കൂടെ പല പ്രവർത്തികൾ വഹിക്കാൻ ഇടയായിത്തീരും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇത്രയും ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ ഭാഗങ്ങൾ നമ്മൾ നോക്കി വരികയാണെങ്കിൽ ഗിദെയോൻ തൻ്റെ ജീവിതത്തിൽ എന്താ പറയുക അനുഭവിച്ച പല വിഷമങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഭയങ്ങൾ, അതിനോടൊക്കെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നിലൊരു ബലം ഞാൻ നൽകിയിട്ടുണ്ട്, അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ആ ബലത്തോടെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എതിരെ വരുന്ന ഏത് ശത്രുവിനെയും ജയിക്കാനിടയായി തീരും, യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്നാണ് പറയാനിടയായിട്ട്. നമ്മൾ ഈ ഗിദെയോന്റെ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഗിദെയോൻ നമ്മൾ എബ്രായ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. വീരം എന്താ പറയുക, വിശ്വാസ വീരന്മാരുടെ നമ്മളൊരു പട്ടിക 11 അധ്യായത്തിൽ കാണാം. അതിനകത്ത് നമ്മൾ ഗിദെയോന്റെ പേരൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധിയിലും നമ്മൾ ദൈവത്തോട് എന്താ പറയാ ആ ശത്രുവിനെ നമുക്ക് ജയിക്കാൻ ഇടയായി തരും. മാത്രമല്ല ഞാൻ മെയിൻ കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറ്റാൻ ഇടയായി തീരണം. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കും.